ഇപ്പോൾ നീരജ് അമ്മൂസിൻ്റെ 1.5 കോടിയുടെ വിസ കച്ചവടം അത് പൊളിച്ചെടുക്കാൻ നോക്കുന്ന ചേട്ടൻ. ഇത് രണ്ടുമാണല്ലോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം ട്രെൻഡിങ്. കാര്യം അറിയാൻ പാടാത്തവർക്ക് ഞാനൊരു സമ്മറി തരാം. പുള്ളിക്കാരത്തി ഇവിടെയുള്ള ഏതോ ഒരു ഏജൻസിയായിട്ട് ചേർന്ന് വിസ കച്ചവടം നടത്തി. അവസാനം കുറേ ഫേക്ക് COS കൊടുത്ത് വിസയ്ക്ക് കാശ് കൊടുത്ത ആൾക്കാർക്ക് ലൈഫ് ടൈം ബാൻ അടിച്ചു കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ 2 കാര്യം മനസ്സിലാക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആസാൻ ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. രണ്ടാമത് വിസ മേടിക്കുന്ന ആൾക്കാർക്ക് അവരോട് ഇത് 1 അല്ല 2 അല്ല 1000 വട്ടം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഉണ്ട്, നിങ്ങൾക്ക് കമ്പനിയെക്കുറിച്ച് ചെക്ക് ചെയ്യാൻ. ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് നിങ്ങളുടെ വിസയുടെ ഏത് കാറ്റഗറിയാണ്, നിങ്ങൾ കമ്പനിയുടെ സ്പോൺസർഷിപ്പ്, അവരുടെ റേറ്റിംഗ്, ഗ്രേഡിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന പോലെ 300K ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസും വരുന്നുണ്ട്. അവർ ഒരു ചായക്കടയുടെ പെയ്ഡ് പ്രൊമോഷൻ പരിപാടി ചെയ്താലും അതിനകത്ത് മെറ്റയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്, യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. UK ഗവൺമെൻറ് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടൊരു ഗൈഡ് ലൈൻസ് 2008 ഇറക്കിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് ഇതിലേത് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താലും അവർ പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണമെന്നാണ് നിയമം. ഞാൻ പറഞ്ഞത് എന്ത് പ്രൊമോഷൻ ചെയ്യുമ്പോഴും അവർ ലീഗലാകുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒരു കച്ചവടം നടത്തുമ്പോൾ അതിനകത്ത് റോൾസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. പിന്നെ കണ്ണാടി വെച്ച ചേട്ടൻ പുള്ളിക്കാരൻ വിചാരിക്കുന്ന ഒറ്റ ദിവസം കൊണ്ട് നീരജനെ പൊളിച്ചെടുക്കാമെന്നാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടക്കുമെന്ന്. നല്ലൊരു സോളിസിറ്റർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നൈസായിട്ട് ഇത് ഊരി പോകാൻ പറ്റും.